പുനർജന്മം. എഴുത്ത് സിന്ധു അപ്പുക്കുട്ടൻ. ഭദ്ര കേട്ടോ, കുട്ടി അവൻ്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്നത്രേ. പിറ്റേന്നത്തെ യാത്രയ്ക്കുള്ള പെട്ടി ഒരുക്കുകയായിരുന്ന ഭദ്ര ഒരു നിമിഷം കേട്ടത് വിശ്വസിക്കാനാവാതെ അമ്മയെ തുറച്ചു നോക്കി. 2 ദിവസമായി പുറത്തൊന്നും കാണാഞ്ഞിട്ട് ആരോ ചെന്ന് നോക്കിയപ്പോൾ കണ്ടതാന്ന് പറയുന്നു. ഇനിയിപ്പോൾ പോലീസും പട്ടാളവും ഒക്കെയായി പിന്നെയുള്ളവരുടെ സമാധാനം പോവും, അത്ര തന്നെ. ജീവിച്ചിരുന്നപ്പോഴും പോലീസ് ഒഴിഞ്ഞ നേരം ഉണ്ടായിരുന്നോ? പാവം, ആ തള്ളയും തന്തയും നേരത്തെ പോയത് നന്നായി. അല്ലെങ്കിൽ ഈ വയസ്സാം കാലത്ത് അതുങ്ങളും എന്തെല്ലാം കാണണമായിരുന്നു. ആ ലക്ഷ്മി കൊച്ചിനോട് ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായിരിക്കും. ചത്ത് പുഴുവരിച്ചു തുടങ്ങിയത്രേ. വെള്ളമിറങ്ങാതെ തന്നെ ചത്തു തുലഞ്ഞു കാണും, ദുഷ്ടൻ. അമ്മ പിന്നെയും എന്തൊക്കെയോ പിറുപിറുത്ത് താഴേക്കിറങ്ങിപ്പോയി. തലേന്ന് ചിതറി വീഴുന്ന മഴത്തുള്ളികളിലേക്ക് ചുവന്ന നിറമുള്ളൊരു കുട നീർത്തി. ഒരിക്കൽ കൂടി പിന്തിരിഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചിറങ്ങിപ്പോയ ലക്ഷ്മിയുടെ ചിത്രം മനസ്സിൽ തെളിഞ്ഞപ്പോൾ ഭദ്രയുടെ കണ്ണുകൾ കാലം തെറ്റി പൂത്തു നിൽക്കുന്ന കണിക്കൊന്നയിലേക്ക് വഴുതി വീണു. നനച്ചിരിക്കാതെ പെയ്ത വൃശ്ചിക മഴയിൽ കുളിച്ച് തല തുവർത്താതെ കുണിഞ്ഞു നിൽക്കുകയാണത്. ഭദ്രേ, അടുത്ത കൊല്ലം വിഷുവിന് ഇതിൽ നിറയെ പൂവുണ്ടാവും. അപ്പം പിന്നെ കണിവയ്ക്കാൻ കൊന്നപ്പൂവും തേടി ആ കാക്കൂത്തിയുടെ പറമ്പിൽ നൂണ്ട് കയറണ്ടല്ലോ നമുക്ക്. കാക്കാത്തിയുടെ പറമ്പിലെ കമ്പിവേലി നൂണ്ട് കിടക്കുമ്പോൾ എഴുന്നു നിന്ന മുള്ളുകമ്പി തുടയിൽ കുത്തിക്കയറി കാലനക്കാൻ വയ്യാതെ ഞൊണ്ടി നടന്ന ദിവസങ്ങളിൽ ഒരു ദിവസം എവിടുന്നോ കിട്ടിയ കണിക്കൊന്നയുടെ കമ്പുമായി ഓടി മുന്നിൽ വന്നുകുട്ടി. നിന്റെ മുറിവുണങ്ങിയോ ഭദ്രേ എന്ന ചോദ്യത്തിന് പെറ്റിക്കോട്ട് പൊക്കി ഉണങ്ങി നിൽക്കുന്ന മുറിവ് കാണിച്ചു കൊടുത്തു. അവനതിൽ മെല്ലെ തൊട്ടു നോക്കി. കുറച്ചുകൂടി കരയാനുണ്ട് കേട്ടോ. കുട്ടിക്ക് ആരാ പറഞ്ഞു തന്നേ തെങ്ങിൻ പട്ടയുടെ മോരി ചുരുണ്ടിയെടുത്ത് വെച്ച മുറിവുണങ്ങുമെന്ന്? അച്ഛൻ പാടത്തുനിന്ന് കയറി വരുമ്പോൾ കയ്യോ കാലോ മുറിഞ്ഞിട്ടുണ്ടേ, അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വീണ് മുട്ടുകാല് പൊട്ടുമ്പോൾ ഞാനും അങ്ങനെയാ ചെയ്യാ. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഭേദാവുമെന്ന്. ആ മുറിവ് കാണുമ്പോഴെല്ലാം കുട്ടി മനസ്സിലൊരു അത്ഭുത. എന്തൊക്കെ വിദ്യകളാ കുട്ടിയുടെ കയ്യിൽ. സഞ്ജിനായരുടെ പറമ്പിലെ മാങ്ങ ഒറ്റയേർന്ന് കുലയോടെ വീഴ്ത്താൻ അവനറിയാം. പുളിമരത്തിൽ വലിഞ്ഞു കയറി കാക്കമുട്ടയെടുക്കാൻ അറിയാം. ഭദ്രയുടെ വിരലുകൾ ഒരിക്കൽ കൂടി ആ മുറിപ്പാടുകളെ പരതി. കുട്ടിക്ക് എന്നേക്കാ ഇഷ്ടം ഭദ്രയോടാ. സ്കൂളിലേക്കുള്ള യാത്രയിൽ ലക്ഷ്മി എപ്പോഴും പരിഭവിച്ചുകൊണ്ടിരുന്നു. പരിഭവങ്ങളിലൂടെ നേടിയെടുത്ത സ്നേഹം കാലങ്ങൾക്ക് ശേഷം അവളുടെ ജീവിതം തന്നെ തകർത്ത് കളയുമെന്ന് അന്നവൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ വിധിക്ക് ഇങ്ങനെ തകർത്താടാൻ കഴിയുമായിരുന്നില്ല. കുട്ടിക്ക് ലക്ഷ്മിയോട് ഒത്തിരി സ്നേഹമുണ്ടല്ലോ. എനിക്ക് തരുന്ന കണ്ണിമാങ്ങയും ആമ്പലും മധുരപ്പുളിയും എല്ലാം നിനക്കും കൊണ്ടു തരുന്നില്ലേ ലച്ചു? പിന്നെന്താ? എന്നാലും അവന് നിന്നോടാ കൂടുതൽ ഇഷ്ടം. ലക്ഷ്മി പിന്നെയും മുഖം വീർപ്പിക്കും. കുട്ടി ഇപ്പം ആകെ മാറി ഭദ്രേ. ടൗണിൽ ആരോടോ അടിപിടിയൊക്കെ ഉണ്ടാക്കിയെന്ന് കേൾക്കണു. 1-2 തവണ പോലീസും അന്വേഷിച്ചു വന്നു. മോഷണവും പിടിച്ചുപറിയും എല്ലാം ഉണ്ടെന്ന് കേൾക്കണു. കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞു എന്ന എൻ്റെ സങ്കടം. കുട്ടിയുടെ അമ്മയെ അന്ന് കിടപ്പിലായതാ. ക്രിസ്മസ് വെക്കേഷന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ കാണാൻ ഓടി വന്ന ലക്ഷ്മി സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടഴിച്ച് മുന്നിലിട്ടു. ഭദ്രയുടെ മനസ്സും വെറുതെ പിറുപിറുത്തു. കുട്ടിക്ക് ഇങ്ങനെ ആവാൻ പറ്റുമോ? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ എന്തിനാ ലക്ഷ്മി ഇനി അവനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ? സമാധാനം നിറഞ്ഞൊരു ജീവിതം നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് വയ്യ ഭദ്രേ അവനെ മറക്കാൻ. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി. ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് അവനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാലോ? അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ജീവിതം സ്വപ്നം കാണാൻ എന്ത് യോഗ്യതയുണ്ട്? 10ൽ തോറ്റ് തയ്യൽ ക്ലാസ്സും കൊണ്ട് നടക്കുന്ന എന്നെ കല്യാണം കഴിക്കാൻ ആര് വരും? ഇടിഞ്ഞു വീഴാറായ ഇല്ലത്ത് പഴയകാല പ്രതാപമായി വിറക്കി കിടക്കുന്ന അച്ഛൻ വിചാരിച്ച ഞാനും എടുത്തി അമ്മക്കുട്ടി ഒന്നും രക്ഷപ്പെടാൻ പോണില്ല. എന്നാലും ലക്ഷ്മി എന്തിനാ വെറുതെ കുന്നോളം സങ്കടങ്ങൾക്ക് മേലെ ഇനിയും ഒരു കണ്ണീർ കൊട്ടാരം കെട്ടിപ്പൊക്കാൻ നോക്കുന്നേ? മറുപടിയില്ലാതെ തുളുമ്പി വീഴുന്ന കണ്ണുകളോടെ പടികടന്നു പോകുന്ന ലക്ഷ്മിയെ പിന്നെ കണ്ടത് എന്നായിരുന്നു? ആരൊക്കെയോ ചേർന്ന് പിച്ച് ചീന്തി ഇല്ലവളപ്പിൽ കൊണ്ടിട്ടിട്ട് പോയതിൽ പിന്നെ അച്ഛനകത്തെ ഇരുട്ടുമുറിയിൽ വെള്ളിക്കൊലുസുകൾ ഉമ്മ വെച്ചിരുന്ന കാൽവെണ്ണയും ചങ്ങലക്കിളുക്കവും പേര് നടന്ന നാളുകളിൽ ഒരിക്കൽ പോലും ആ മുഖമൊന്ന് കാണാൻ ആഗ്രഹിച്ചില്ല. മനസ്സിനത് താങ്ങാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓരോ വെക്കേഷനും വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ ഇല്ലത്തെ വിശേഷങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കും.
എന്നിട്ടും ഒരിക്കൽ അറിഞ്ഞു, കടം വീട്ടാൻ കുട്ടി കണ്ട വഴിയായിരുന്നു ലക്ഷ്മിയുടെ ശരീരം. വാതുവെച്ച് കിടക്കുമ്പോൾ പറ്റുബുക്കിൽ പെരുകുന്ന അക്കങ്ങളുടെ വലുപ്പം ലക്ഷ്മിയുടെ പ്രണയത്തേക്കാൾ വലുതായിരുന്നു കുട്ടിക്ക്. സ്നേഹം കാട്ടി വന്ന് വിളിച്ചപ്പോൾ അവളോടുള്ള അവൻ്റെ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് കൂടെ ഇറങ്ങിച്ചെന്ന ലക്ഷ്മിയെ വീട്ടുകാർക്ക് കാഴ്ചവെച്ച് കടം വീട്ടിയ പിശാച്. അന്ന് വെട്ടിക്കളഞ്ഞതായിരുന്നു ആ കണിക്കൊന്ന. വീണ്ടും അത് തളർത്ത് പൂവിട്ട് നിൽക്കുന്നു, മധുരം നിറഞ്ഞ ബാല്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ. വിവാഹം കഴിഞ്ഞ് രാജേട്ടനൊപ്പം ദുബായിലേക്ക് വന്നപ്പോൾ ഓർത്തു, ലക്ഷ്മി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന്. ഉണ്ണിക്കുട്ടിനെ നോക്കാൻ ഒരാളായല്ലോ, അവൾക്കും അതൊരാശ്വാസമാകും. നമുക്ക് കൊണ്ടുവരാന്നേ. വിസയുടെ കാര്യമെല്ലാം ഞാൻ ശരിയാക്കാം. പാസ്പോർട്ട് എടുത്ത് വെച്ചോളാൻ പറഞ്ഞേക്ക് തൻ്റെ കൂട്ടുകാരിയോട്. ഭദ്ര അത് കേട്ടപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ രാജേഷിനെ കെട്ടിപ്പിടിച്ചു. എന്താ പ്രീതമേ, ചുമ്മാ സെൻറ്റി അടിക്കാനുള്ള പുറപ്പാടാണോ? ഇല്ല രാജേട്ടാ, ഞാൻ എന്തു ഭാഗ്യവതിയാണെന്ന് ഓർത്തു കണ്ണു നിറഞ്ഞതാ. എനിക്ക് ജാതകത്തിൽ പറഞ്ഞേക്കുന്ന രാജയോഗത്തിനുള്ള സമയം തുടങ്ങിക്കാണും അല്ലേ ഭദ്രേ? രാജേട്ടൻ്റെ സമ്മതം വിളിച്ച് പറയുമ്പോൾ ലക്ഷ്മി തമാശ പറഞ്ഞ് കിലുകില ചിരിച്ചു. ഞാൻ വരുന്നുണ്ട്, തിരിച്ചു പോരുമ്പോൾ നീയും ഉണ്ടാകും എൻ്റെ കൂടെ. അപ്പോഴും അവൾ ചിരിച്ചു. എൻ്റെ ഭാഗ്യം നീയാ ഭദ്രേ, ഇതുപോലൊരു കൂട്ടുകാരിയെ കിട്ടിയില്ലേ എനിക്ക്. ആ ചിരി കേട്ട് മനസ്സ് കുളിർന്ന സന്തോഷത്തോടെ ഭദ്ര ഫോൺ വെച്ചു. അമ്മയോട് യാത്ര പറഞ്ഞ് ഭദ്രയ്ക്കൊപ്പം ഇല്ലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൊട്ടപ്പുറത്ത് കുട്ടിയുടെ വീട്ടിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. അപ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ ഒരു നിമിഷം ആ കാഴ്ചയിലേക്ക് തിരിഞ്ഞു. പിന്നെ അവൾ ഭദ്രയെ നോക്കി പുഞ്ചിരിച്ചു. കണ്ണീർ ഒളിപ്പിച്ചു വെച്ച ചിരി. ചങ്ങലക്കിലുക്കങ്ങളുടെ ബന്ധനം അവസാനിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറയെ അവനോടുള്ള പകയായിരുന്നു ഭദ്രേ. എനിക്കവനെ കൊല്ലണമെന്ന ചിന്തയായിരുന്നു. സ്നേഹം നടിച്ചു എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പറ്റം ചെന്നായ്ക്കൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്ത അവനെ എനിക്ക് കൊല്ലണമായിരുന്നു. പക്ഷെ നീയും എൻ്റെ അമ്മൂട്ടിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, അവനെപ്പോലൊരു പട്ടിയെ കൊന്നിട്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിച്ച് കളയണമെന്ന്. പിന്നെ പിന്നെ ഞാനും ചിന്തിച്ചു അത് തന്നെ. ഇനി എനിക്ക് അവൻ്റെ മുൻപിൽ ജീവിച്ച് കാണിക്കണമെന്നൊരു വാശിയായിരുന്നു. പക്ഷെ ഇനിയൊന്നും കാണാൻ നിൽക്കാതെ അവൻ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു നിരാശ. അല്ലെങ്കിലും പണ്ടും അവൻ ഇങ്ങനെയായിരുന്നു, നമ്മളെ വെട്ടിയാക്കാൻ അവന് മിടുക്കായിരുന്നു അല്ലേ? എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ഭദ്രയുടെ കൈകൾ ചേർത്ത് പിടിച്ച് ലക്ഷ്മി പറഞ്ഞുകൊണ്ടേയിരുന്നു. കുട്ടിയോടുള്ള പ്രണയം ഒരുപക്ഷെ ആ മരണക്കാഴ്ചയിലൂടെ തിരിച്ചു വന്നിരിക്കാമെന്ന് ഭദ്രയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാതെ ഭദ്ര ആ കൈകൾ ഒന്നുകൂടി മുറുക്കി ചേർത്ത് പിടിച്ചു. ഇനിയൊരു പുനർജന്മത്തിലേക്ക് മിഴിനട്ട് ജാതകം നിശ്ചയിച്ച് വെച്ച രാജയോഗത്തെ ഓർത്ത് മൂർച്ചിരിച്ചുകൊണ്ട് ലക്ഷ്മി ഒന്നുകൂടി അവളോട് ചേർന്നിരുന്നു. പിന്നെ മൗനമായി യാത്ര ചൊല്ലി ഇന്നലകൾ സമ്മാനിച്ച നെഞ്ചു നീറ്റുന്ന സങ്കടങ്ങളോട്. കുട്ടിയുടെ കൈക്കുള്ളിൽ കൈപ്പടം ചേർന്ന് ഓടി നടന്ന വഴിത്താരകളോട്. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.